ഹലോ, ഗുഡ് ഈവനിങ്. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ട്യൂൺ ചെയ്തിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. പ്രണയം എന്ന് വെച്ചാൽ എന്താ? അതൊരു സുന്ദരമായ വേദനയാണ്. മനസ്സിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന പ്രണയവോ അതിന് അല്പം കൂടി നൊമ്പരം അധികമായിരിക്കും. പ്രണയം ഒരു വേദനയാണോ എന്നതിനെക്കുറിച്ച് എത്രയൊക്കെ സംസാരിച്ചാലും ഒരു നിഗമനത്തിലെത്താൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. എന്നാൽ ഒന്ന് പറയാം, പ്രണയത്തിൽ ഒരുപാട് വേദനകളുണ്ട്. എന്നിട്ടും എന്തേ നമ്മളൊക്കെ പ്രണയിക്കുന്നു. പ്രണയത്തിന്റെ ഈ സുന്ദര ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ലവ് ഇസ് നോട്ട് ഓൺലി സംതിങ് യു ഫീൽ, ഇറ്റ്സ് ഓൾസോ സംതിങ് യു ഡു. മനസ്സിൽ തോന്നുന്നത് കൊണ്ട് മാത്രം ഒരു പ്രണയം പൂർണ്ണമാകണമെന്നില്ല. മറ്റേയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ പ്രണയം നമ്മൾ പ്രകടിപ്പിക്കുകയും വേണം. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എന്തൊരു എക്സൈറ്റ്മെൻ്റ് ആണെന്നറിയോ? പിന്നീട് അങ്ങോട്ടുള്ള ഓരോ നിമിഷത്തിലും നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. എങ്ങനെയെങ്കിലും ഈ പ്രണയം ഒന്ന് അറിയിക്കാൻ നമ്മൾ ശ്രമിക്കും. ഇനിയൊരു ചോദ്യം, നമുക്ക് അയാളോട് ഇഷ്ടമാണെന്ന് 1000 വട്ടം പറഞ്ഞതുകൊണ്ട് അയാൾക്ക് തിരിച്ച് നമ്മളോട് ഇഷ്ടം വരണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. പ്രണയം പറച്ചിലിൽ മാത്രം ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണത ഉണ്ടാവത്തില്ല. അയാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ അത് തെളിയിക്കണം, അല്ലേ എന്ന് ചോദിക്കുന്നത് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു ആണ്. പിന്നെ നിങ്ങളെ ഒരു കാര്യം ചെയ്യണം, ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്തിട്ട് ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ പോകണം. എന്നിട്ട് ഞാൻ ചോദിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു ചോദ്യം, അതിനൊരു കുട്ടി ഉത്തരം തരണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് FM ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ് വിത്ത് റീനു. വിളിക്കാൻ ശ്രമിക്കുന്നത് അരുണിനെയാണ്. ഹലോ അരുൺ, എന്തൊക്കെയുണ്ട് വിശേഷം? ആര് വിളിച്ച വിശേഷം എന്ന് വെച്ചാൽ ഉത്തരം പറഞ്ഞു കൊടുക്കുവോ? അല്ല, ആര് വിളിച്ച സുഖാണെന്ന് വെച്ചാൽ ഉത്തരമൊക്കെ പറയുമെന്ന് ചോദിച്ചതാ. ഓ, അതാര് വിളിച്ചാലും പറയോ? നിങ്ങളുടെ സ്വഭാവം വളരെ മോശമാണെന്നാണല്ലോ നാട്ടുകാർ പറയണേ. നിങ്ങൾക്ക് സ്വയം തോന്നണില്ല? അപ്പൊ നാട്ടുകാർ കാണാതെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരു നല്ല വ്യക്തിയാണ്. എന്നിട്ടാണോ പരിചയമില്ലാത്ത ഒരു പെണ്ണിനോട് സംസാരിച്ചോണ്ടിരിക്കണേ? മോശം മോശം. നല്ല സ്വഭാവമുള്ള ആളാണെങ്കിലും പെൺപിള്ളേരോട് സംസാരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെയാണ് ഇയാളെ കുറിച്ചുള്ള കംപ്ലൈന്റ്. എന്നിട്ട് മോളൂട്ടിയുടെ അടുത്ത് പറയുകയും ചെയ്യും ഐ ലവ് യു എന്നൊക്കെ. ചെ എല്ലാം എനിക്ക് മനസ്സിലായി. അവള് പറഞ്ഞിട്ട് വിളിക്കുക നിങ്ങൾ ഭയങ്കര മോശമാന്നൊക്കെ. അതെ, ചൂടാവല്ലേ? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് എന്നാ വിളിക്കണേ. ഞാനൊരു പാവല്ലേ? സാരില്ല, ഒന്ന് നോർമൽ ആകുമ്പോഴത്തേനും നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. യു ഓൾ സ്റ്റേ ട്യൂൺഡ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മോളൂട്ടി, ഐ ലവ് യു സോ മച്ച് എന്ന് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് അരുൺ റെനുവിന് മെസ്സേജ് അയച്ചു. അതുകൊണ്ടല്ലേ അരുണിനെ വിളിച്ച്? എന്താണ് ഈ മെസ്സേജിന് പിന്നിൽ? പറയൂ. വിളിച്ചു പറഞ്ഞു ഇന്ന് കേക്കണം. ഓഹോ, അപ്പൊ നിങ്ങള് പ്ലാൻ ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ ഇന്നും കാണാൻ പറ്റുന്നില്ല, വിളിക്കാൻ പറ്റത്തില്ല. എന്നാ പറ്റി? ചേച്ചി ഒക്കെ വീട്ടിൽ വന്നു, ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഈ കസിൻസും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ തന്നെ മൊത്തത്തിലൊരു പാരയാണല്ലേ? മൊത്തം ഈ പാരയൊന്നല്ല, നല്ല ചേച്ചിയാണ്. നമ്മുടെ പ്രണയം അങ്ങ് സമ്മതിക്കുന്നില്ലാത്തോണ്ട് ചെറിയ പ്രശ്നം. നമ്മള് ഇത് പാലിക്കുന്നുണ്ട്. ഈ മോളൂട്ടി എവിടെ വെച്ച് ആദ്യമായിട്ട് കാണണേ? എന്റെ ജൂനിയറായിട്ട് പഠിക്കുവായിരുന്നു. കോളേജിൽ വെച്ചിട്ട് തുടങ്ങിയ പ്രണയാണ്. ആരാ ചെന്ന് ഇഷ്ടാന്നൊക്കെ പറഞ്ഞേ? ഇഷ്ടാന്ന് പറഞ്ഞിട്ടില്ല, ചുമ്മാ കണ്ട് ഇഷ്ടപ്പെട്ട് മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ? ഞങ്ങള് സാധാരണ എല്ലാം പ്രണയിക്കുന്ന ഒരു ഉടക്കിൽ തുടങ്ങി. പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്നേഹം ഉണ്ടായിരുന്നു. അത് അങ്ങോട്ടൊരു സമയം പെട്ടെന്നൊരു പൊട്ടിത്തെറിയിലൂടെ ഒരു സുഹൃത്തിന്റെ കയ്യിലൂടെ അങ്ങ് അറിയിച്ചു. എങ്ങനെ, എവിടെ വെച്ച്, ആര് വഴി എനിക്ക് ക്ലിയർ ആയിട്ട് അറിയണം. പക്ഷെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് ഇപ്പൊ 2-3 പാട്ടിന്റെ സമയം. തിരിച്ചു വരുമ്പോ നമുക്ക് ബാക്കി പറയാം, അല്ലേ അറിയൂ? സ്റ്റേ ട്യൂൺഡ് ടു ലവ് ബൈറ്റ്സ്. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.